ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അമ്പ് പണിയാൻ പോവുക. അമ്പ് പണിഞ്ഞ് എല്ലാം ആറിന് കൊടുക്കുക. എല്ലാം പാറയ്ക്കകത്ത് ഒടുക്കി പൊട്ടുക. പണിയോ പൊട്ടുക. നമ്മളിന്നും പണിയാൻ പോവുക. കുറച്ചൊന്ന് പണിഞ്ഞു വയ്ക്കാം കേട്ടോ. അപ്പം വെറൈറ്റി മോഡലൊക്കെ പണിയുന്നുണ്ട്. വെറൈറ്റി അല്ല, ഇതെല്ലാവരൊക്കെ പണിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിത് പണിയുമ്പോൾ അത് വെറൈറ്റി ആയിക്കൂടുന്നില്ലല്ലോ. അന്നേരം വീഡിയോയിലോട്ടൊന്ന് പോയിട്ടു കേട്ടോ. അടിപൊളി സെറ്റപ്പ്. ഒരു 5 അമ്പ് അങ്ങ് വിളിഞ്ഞ്. 5 അമ്പിൽ 2 വെറൈറ്റി മോഡലുണ്ട്, ഗ്രിപ്പുള്ള കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ ഇത് പിടുത്തത്തിന് വേണ്ടി കേട്ടോ. ഇതിനകത്തൊന്നും തുണി പറ്റുന്നില്ല, ഇത് പിടുത്തത്തിന് വേണ്ടി 2 എണ്ണം നമ്മളതുപോലെ പണിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഒരു പിടുത്തം കിട്ടും കേട്ടോ, തെറ്റിപ്പോകത്തില്ല. അപ്പോൾ ഇതെന്തോത്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷീറ്റുണ്ടല്ലോ, ഷീറ്റിൻ്റെ ഹൂക്കാണ് അത് കണ്ടോ. ഈ ഷീറ്റിൻ്റെ ഈ ഹൂക്കാണ് അത് കണ്ടോ. ഈ ഹൂക്ക് ഞാനെടുത്ത് കട്ട് ചെയ്ത് വെച്ചതാ ഉണ്ടോ. ആസ്പെറ്റാസ് ഷീറ്റിൻ്റെ ഹൂക്കാണ് ഹൂക്കാണ് നമ്മളിത് രണ്ടും പണിഞ്ഞിരിക്കുന്നത്. ഇതെന്തോത്തിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പി എന്തോത്തിൻ്റെ പെയിൻറ്റിങ് റോളറുണ്ടല്ലോ, പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത് കാണിക്കാം. കണ്ടോ, ഈ റോളറിൻ്റെയാണ് എൻ്റെ വാക്ക് ചെയ്ത് കേട്ടോ. ഉണ്ടോ, സംഭവം പഴയ നമുക്ക് ഒരെണ്ണം കിട്ടി. ഇതിനകത്തിന് നൂത്തെടുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണോടെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി. പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 5 എണ്ണം കിട്ടി. ഇന്നലെ കൊണ്ടുപോയത് നമ്മൾ ഫിഷിങ്ങിന് എല്ലാം ചുമ്മാ ഉള്ള ഡാർട്ടായിരുന്നു, വെറുതെ ആയിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവരും കാണാമല്ലോ. ഇതിനകത്തുനിന്ന് നമുക്കിനി ചെറിയൊരു പെയിൻറ്റിങ് കൂടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആയത് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് പെയിൻറ്റ് ചെയ്യണം. ഇതിനകത്ത് ഉടക്കൊന്നും വെക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അടുത്തത് പുതിയതൊരെണ്ണം പണിയുമ്പോൾ ഉടക്ക് വെച്ച് നോക്കാം. ഈ സാധനമൊക്കെ ആണെങ്കിൽ ചെമ്പല്ലിക്ക് പറ്റിയത്, അട്ടി നിൽക്കുന്നതിന് പറ്റിയത് കേട്ടോ. ഈ ആസ്പെറ്റാസ് ഷീറ്റിൻ്റെ ആ ഹൂക്ക് ഇതാകുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പ്രേ ഒന്ന് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് ഇനി ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഇനി ബ്രൈഡൊക്കെ കെട്ടണം, അതിനെ നോക്കാം. അതുകൂടെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണേ. അപ്പം നമ്മുടെ ഡാർട്ടെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിനെ ഞാൻ ബ്രൈഡ് കെട്ടുന്നില്ല കേട്ടോ. അതിന് ബ്രൈഡ് കെട്ടിക്കഴിഞ്ഞാൽ ഇതിന് ബ്രൈഡ് വേണ്ട. അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്ന വേറെ ഒരു മോഡൽ കെട്ടി കാണിക്കാമെന്ന്. നമ്മൾ അത് റെഡിയാക്കാം. അപ്പോൾ ഞാനിത് ഫിഷിങ്ങിന് പോകുന്ന നേരത്ത് അത് ഞാൻ ഞാൻ കാണിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? പിന്നെ ഞാൻ 2-3 നോർമൽ ഡാർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് മിക്കവാറും ഇന്ന് എത്തും. അപ്പോൾ അതുകൂടെ
നോർമൽ ആർട്ട് വേണം കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങ് ദൂരെ നിൽക്കുന്നത്, അതായത് വാഹയൊക്കെ ലോങ്ങാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതടിക്കാൻ വേണ്ടി നോർമൽ ആർട്ട് അതാ നല്ലത്. കാരണം ആ ഡാർട്ടിന് വെയിറ്റ് കുറവല്ലേ, അപ്പോൾ ലോങ് പൊയ്ക്കോളും. അതാ ഞാൻ ആ ഡാർട്ട് ഓർഡർ ചെയ്തത് കേട്ടോ. ഇത് ഇച്ചിരി വെയിറ്റുള്ള സാധനം. ഇത് ഫാനിൻ്റെ ആക്സിലാണ് അത് കേട്ടോ. കണ്ടോ ഇത് സാധനം കണ്ടോ, ഈ ഹോളിനകത്തിരിക്കുന്ന കമ്പി ഉണ്ടോ, ഇതിപ്പോൾ അടിച്ചിളക്കിയതാ. അപ്പോൾ ഇതും വെച്ച് ഒരെണ്ണം പണിയണം. ഇത് ഇച്ചിരി വെയിറ്റുള്ളതാണ്, എന്നാലും നോക്കണം. ഇപ്പോഴല്ല, ഇനി നമുക്ക് അടുത്തതിൽ ഒരെണ്ണം പണിയായത്. ഇനി നമ്മളൊരു ബ്രൈഡും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബ്രൈഡും കൂടെ വരണം കേട്ടോ, എന്നെങ്കിലേ നമുക്കത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ. അപ്പം നമ്മളെ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. 4 നോർമൽ ആർട്ടും 85 LBയുടെ ബ്രൈഡ് വന്നിട്ടുണ്ട്. എന്താ ഇനി ബ്രൈഡൊക്കെ ചുറ്റി ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കണം. അപ്പം ശരി എന്നാൽ ഓക്കെ, ഫിഷിങ്ങിൽ കാണാം.